നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്തായാലും ഇത്രയും പൈസ ചെലവാക്കി ഒരു ബാഗ് വാങ്ങാന്ന് പറഞ്ഞാൽ അത് മണ്ടതരം. അതെ, ഇതുപോലുള്ള ബാഗുകളൊക്കെ ഒരു 250 രൂപ കൊടുത്ത് ആ റെയിൽവേ സ്റ്റേഷന് അടുത്ത് കിട്ടും. അതിനാണ് ഈ 4 ലക്ഷം രൂപ മുടക്കിയത്. വില കൂടിയതിന്റെ പേരിൽ സുഗന്ധിക്ക് ഇത് വേണ്ടെങ്കിൽ അതിങ്ങനെ തന്നേക്ക്. ഞാനിത് നവീക്ക് കൊടുത്തോളാം. അയ്യടാ മനമേ, അത് കൈ വെച്ചാ മതി. ഈ ബാഗ് ഞാൻ ആർക്കും കൊടുക്കില്ല. ഇനി എനിക്ക് ആദ്യമായിട്ട് സമ്മാനമല്ലേ. ഈ പൊന്നും പേലുള്ള ബാഗ് ഞാൻ ഏതായാലും ഉപയോഗിക്കാൻ പോകുന്നില്ല. ഇനി ഇതേമാതിരി ഞാൻ അലമാരെ കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കും, നമ്മുടെ ഈ വിവാഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. എന്തായാലും താങ്ക് യു സോ മച്ച്. എന്നെ ഓർത്തതിലും ഇങ്ങനെ ഒരു സമ്മാനം തന്നതിലും. സുമി, എന്താ ഗിരി? അതെ, നീ നേരത്തെ എന്തോ ഉറക്കത്തിന്റെ കാര്യം പറഞ്ഞില്ലേ? എന്താ അത്? അല്ല, ഇപ്പോഴും ഗിരി ഉറക്കത്തിൽ നന്നായിട്ട് കൂർക്കം വലിക്കുന്നുണ്ടെന്ന് പറയായിരുന്നു. അത്രേ ഉള്ളൂ. എന്തൊക്കെ ഈ പറയുന്നത്? വട്ടായ എന്തൊക്കെ പറഞ്ഞാലും എന്റെ ഭർത്താവ് എനിക്ക് ആദ്യമായിട്ട് വാങ്ങിച്ചു തന്ന സമ്മാനമല്ലേ, അത് ഞാൻ പൊന്നുപോലെ സൂക്ഷിക്കും. താൻ തന്നെ പറഞ്ഞ ചില കാര്യങ്ങൾ ഇന്ന് സ്വയം പിന്മാറുവാണ്. അതെന്താ ഗിരി അങ്ങനെ ചോദിച്ചത്? എന്താ കാര്യം? ഇവിടേക്ക് പറിച്ചു നടപ്പെടുന്നതിന് മുമ്പ് ഇയാൾക്ക് സുമിതാ ചന്ദ്രൻ എന്നൊരു മേൽവിലാസം ഉണ്ടായിരുന്നെന്നും അത് വീണ്ടും കണ്ടെത്തണമെന്നും ആരാ പറഞ്ഞത്? ഇവിടുത്തെ കാര്യങ്ങൾ നോക്കി ഇങ്ങനെ ചടഞ്ഞുകൂടിയിരിക്കാതെ സുമിത ചെയ്യണമെന്ന് വെച്ച കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്താ ഒന്നും പറയാത്തത്? പഴയതുപോലെ പുസ്തകങ്ങൾ വായിക്കണം, പഠിപ്പിക്കാൻ പോണം, ബ്ലൈൻഡ് സ്കൂളിലെ കുട്ടികൾക്കുള്ള ചാരിറ്റി വർക്ക് തുടരണം. ഇതൊക്കെ പറഞ്ഞത് ഇയാൾ തന്നെ ആയിരുന്നില്ലേ? അതെ, അതൊന്നും വേണ്ടെന്നല്ല. പക്ഷേ ഒരു മനുഷ്യനും ജീവിതത്തിൽ ഒരൊറ്റ റോളിൽ മാത്രം ജീവിക്കാനാവില്ലല്ലോ. സ്ത്രീ ആയാലും പുരുഷനായാലും പല റോളുകളിൽ ജീവിക്കേണ്ടി വരും. അമ്മയുടെ, ഭാര്യയുടെ, മകളുടെ, അല്ലെങ്കിൽ അച്ഛന്റെ, ഭർത്താവിന്റെ, മകന്റെ, അങ്ങനെ. മതി. ദൈവം നമുക്കെല്ലാവർക്കും തന്നിരിക്കുന്ന എല്ലാ റോളുകളെയും നമ്മൾ ആത്മാർത്ഥമായിട്ട് കൈകാര്യം ചെയ്താൽ മാത്രമേ നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാവുള്ളൂ. അങ്ങനെ എന്റെ ഒരു തോന്നൽ. എന്റെ സുമി, നിന്റെ ഈ വലിയ സാഹിത്യവും വർത്തമാനങ്ങളും ഒന്നും എന്റെ തലയിൽ കയറാൻ പോണില്ല. ഞാൻ പറഞ്ഞത് വേറൊന്നുകൊണ്ടല്ല. അന്ന് പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും പറ്റിയ അവസരമാണ് ഇപ്പൊ വരാൻ പോകുന്നത്. മഹാനവമി വരാൻ പോവല്ലേ? ശുഭകാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഇതിനേക്കാൾ നല്ല അവസരം വേറെ ഉണ്ടോ? ഓക്കെ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒന്ന് കാണട്ടെ. മോളെ, പ്രിയേ, എന്റെ കുഞ്ഞ് മോളെ, പ്രിയേ,
എന്റെ കുഞ്ഞ് എനിക്കെന്റെ കുഞ്ഞിനെ കാണണ്ട കൊണ്ടു അകത്തേക്ക് വെക്കാം വിളിച്ചേട്ടാ. നമ്മുടെ മോള് ഞാൻ എന്തിനായിക്കാണ് മോളെ എന്റെ മോളെ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കോമ എന്നൊരവസ്ഥയെക്കുറിച്ച് ഗ്രാഹ്യമുള്ള ആരുണ്ട് ഇവിടെ? നീ സിവിൽ സർവീസിന് ശ്രമിക്കുന്നതല്ലേ ഉള്ളൂ, കിട്ടിയിട്ടൊന്നുമില്ലല്ലോ. അറിയാൻ വയ്യാത്ത കാര്യങ്ങളിൽ അനാവശ്യമായി കയറി ഇടപെടരുത്, അത് ആപത്തെ വരുത്തു. അമ്മ ശാലിനിയല്ല, ഞാനാ പറഞ്ഞത് അമ്മ പെട്ടെന്നൊന്നും അറിയിക്കണ്ടെന്ന്. എല്ലാം സമാധാനമായിട്ട് പറയാലോന്ന് കരുതി. ഓ, ഭാര്യയെ രക്ഷിക്കുക എന്നുള്ളതാണ് കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്റെ മകന്റെ പ്രധാന ജോലി. ഇവളാണെങ്കിൽ എപ്പോഴും എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. പിന്നെ എന്റെ സമാധാനത്തിന്റെ കാര്യം ഇപ്പൊ ആവശ്യത്തിലേറെ എനിക്കുണ്ടല്ലോ. തലയടിച്ചു വീണും ബോധം പോയ ഉടൻ പ്രീതിയെ എല്ലാവിധ ചികിത്സാ സൗകര്യങ്ങളും ഉള്ള ഒരു ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നുവെങ്കിൽ ഈ അവസ്ഥയിലാവില്ലായിരുന്നു. അമേരിക്കയിലോ റഷ്യയിലോ ജപ്പാനിലോ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകായിരുന്നു. അതിനുവേണ്ടി ഈ സത്യഭാമയുടെ പണം മുഴുവൻ ചെലവഴിക്കായിരുന്നു. പകരം ആ പണം മുഴുവൻ നിനക്ക് ഇപ്പൊ വേണമെങ്കിൽ ഞാൻ തരാം. എന്റെ പ്രീതിയെ പഴയ അവസ്ഥയിലൊന്ന് ആക്കി തരാമോ നിനക്ക്? ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോ മനസാന്നിധ്യത്തോടെ തീരുമാനം എടുക്കാനുള്ള ശേഷി ഉണ്ടാവണം. നിന്നെ ഞാനതിന് കുറ്റം പറയില്ല. കുടുംബശ്രീ ഹോട്ടലിനപ്പുറത്തെ ചെറ്റപ്പുരയിൽ കഷായം കാച്ചുന്ന നാരായണൻ വൈദ്യരല്ല ലോകത്തെ ഏറ്റവും വലിയ ഡോക്ടർ. ഭാമേ,
നീ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്തിനാ ഇനി ഇങ്ങനെ? രാഘവേട്ട, പുതിയ കാര്യങ്ങൾ തന്നെ ഇപ്പൊ പറയുന്നത്. പ്രീതിയെ ഞാൻ സുഖപ്പെടുത്തും. അതീ സത്യഭാമയ്ക്ക് മുന്നിലെ ഒരു വെല്ലുവിളിയാ. രാഘവേട്ടൻ ഡോക്ടർ അബ്ദുൽ ഖാദർ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോന്നോ? ന്യൂറോളജിയില് ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഡോക്ടർമാരിൽ ഏറ്റവും മിടുക്കനാ. അതും മലയാളി. ആ അബ്ദുൽ ഖാദർ വരും എന്റെ പ്രീതിയെ ഭേദപ്പെടുത്താനായിട്ട്. നേരാണോ? അതെ രാഘവേട്ട, ഡോക്ടർ ഏറ്റെടുത്ത കേസുകളൊന്നും തോറ്റിട്ടില്ല. എല്ലാരെയും അദ്ദേഹം ഭേദപ്പെടുത്തിയിട്ടുണ്ട്, നടത്തിയിട്ടുമുണ്ട്. അദ്ദേഹം എഴുതിയ ചില ആർട്ടിക്കിളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. സൈക്കോളജിയും ന്യൂറോളജിയും ചേർന്നുള്ള ഒരു ചികിത്സാ സമ്പ്രദായം. അത് ഫലം ചെയ്യും ഭാമേ. പ്രീതി സംസാരിച്ചു തുടങ്ങിയ അന്നത്തെ കാര്യം മുഴുവനോളം മറ്റുള്ളവരോട് പറയില്ലേ? അതോടെ എന്റെ കാര്യം തീർന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഫോണിൽ തന്നെ നിന്നോട് 100 തവണ പറഞ്ഞിട്ടുണ്ട് എന്റെ ഫോൺ എടുക്കരുത്. എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലല്ലേ? ഉണ്ട് നിന്നെ കെട്ടിക്കെട്ടിക്കാനുള്ള രഹസ്യം എന്താ അറിയണം? നിങ്ങൾ എന്താ കൊച്ചുകുട്ടികളെ പോലെ? മോളെ ഞാൻ ഫോൺ കൊടുക്കത്തില്ല. കൊടുക്കില്ല. ഏട്ടത്തി വന്നതിന് ശേഷേ ഇവൾക്കെതിരെ കൂടുന്നുണ്ട്. അധികം ലാളിക്കണ്ട. അവന്റെ ഫോൺ നിറയെ കാമുകിമാരായിരിക്കും. അതല്ലേ ഫോൺ എടുക്കുമ്പം എവിടെ ഉണ്ടെങ്കിലും അവൻ പറന്നു വരുന്നേ. അതേടി കാമുകിമാരെ ക്യൂ നിൽക്കുക. അതിന് നിനക്കെന്ത് വേണം? എനിക്കേ ഇത്തിരി ഗ്ലാമർ കൂടിപ്പോയി. അതിനിപ്പോ ഞാനെന്ത് ചെയ്യാനാ? ഓ പിന്നെ ഒരു സ്വയം പൊങ്ങി വന്നേക്കുന്നു. അയ്യ നിനക്ക് ആര് നോക്കാനാ? ഓ ഒരു സുന്ദര വന്നേക്കുന്നു, കണ്ടാലും മതി. ഇതാരാ? 5-6 മിസ് കോൾ ഉണ്ടല്ലോ. നമ്പർ യാതൊരു പരിചയമില്ലല്ലോ. ആരാണെന്നൊന്ന് ചോദിക്കാം. ഹൂ ആർ യു നയിക്കാം. എന്റെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചിട്ട് ഞാൻ ആരാണെന്നോ? എങ്കിൽ പിന്നെ തിരിച്ചു ചോദിച്ചേക്കാം. അറിയുന്നു ഞാൻ അയച്ചത് തന്നെ തിരിച്ചിങ്ങോട്ട് അയക്കുന്നോ? അമ്പടാ, ഇത് ഒരു മെസ്സേജ് അയച്ചാൽ തീരില്ല. ഏതോ ഞരമ്പ് രോഗിയോ. പിന്നെ സ്ഥിരമായിട്ട് മെസ്സേജ് ആവും അയക്കുക. ഒന്ന് വിളിച്ചു വിലക്കാം. ഹലോ. അതെ, ഫോൺ ചെയ്യുമ്പോ നമ്പർ നോക്കി ഫോൺ ചെയ്യണം. ഏതെങ്കിലും ഒക്കെ നമ്പർ വിളിച്ചിട്ട് ഹൂ ആർ യു, ഹൗ ആർ യു എന്നൊക്കെ ചോദിക്കുന്ന പരിപാടി എന്റെ അടുത്ത് വേണ്ട. ഹലോ, ആദ്യം നീ ആരാന്ന് പറ. എന്താ നിനക്ക് വേണ്ടത്? തന്റെ എത്ര കോളാ എനിക്ക് വന്നെന്നറിയോ? എന്റെ കോളോ? അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ നിന്നെ വിളിച്ചിട്ടില്ല. വിളിക്കാതെ പിന്നെ ഇയാളുടെ ഫോൺ തനിയെ ആൾക്കാരെ വിളിക്കോ? ഇതൊക്കെ തന്നെ പോലുള്ള ഫ്രോഡുകളുടെ സ്ഥിരം അസുഖ. ഏതെങ്കിലും നമ്പറിൽ മിസ് കോൾ ചെയ്യുക,
എന്നിട്ട് പെമ്പിള്ളാരെ ശല്യം ചെയ്യുക. ഇങ്ങനത്തെ കുറെ എണ്ണം ഉണ്ടല്ലോ, ന്യൂസൻസ്. ഹലോ ഹലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മുത്തച്ഛ, വിവരങ്ങൾ അറിഞ്ഞില്ലേ? സമരം തീർന്നു. ആ പ്രശ്നം നമ്മൾ പരിഹരിച്ചു. അമ്മ പരിഹരിച്ചെന്ന് പറയാൻ എന്താ ഇത്ര മടി? അയ്യോ, സമ്മതിച്ചേ. അമ്മ എവിടെ? അമ്മോ, അല്ല, ഞാൻ പറഞ്ഞത് നീ വാങ്ങിയോ? അത് ഞാനും സ്വാതി രാവിലെ തന്നെ വാങ്ങി. അത് സ്വാതി ഏൽപ്പിച്ചിട്ടാ മനുവിന്റെ കൂടെ ഞാൻ സൈഡിലേക്ക് പോയത്. എന്താ മോളെ? ആ അതൊരു സസ്പെൻസാ. അമ്മ വരട്ടെ. ഇങ്ങ് വന്നേ. എല്ലാവരും വലിയ സന്തോഷത്തിലാണല്ലോ. ഇളയമ കാര്യം അറിഞ്ഞില്ലേ? ഇവിടുന്ന് ഒരാള് വർക്ക് സൈറ്റിൽ പോയി പാവം തൊഴിലാളികളുടെ സമരം പൊളിച്ചു. സമരം തീർന്നോ? നമ്മളെ ചതിക്കാനാ ചിലരൊക്കെ ശ്രമിച്ചത്. അമ്മ അവിടെ പോയതുകൊണ്ട് അത് ഒഴിവായി കിട്ടി. അയ്യോ, ഞാനെന്ത് ചെയ്തിട്ടാ? ഞാൻ ആ വീഡിയോ കണ്ടു. സ്മാർട്ട് ഫോൺ നിന്നെ പഠിപ്പിച്ചത് ഞാനാ. എങ്ങനെ നിനക്ക് ഒളിച്ചു നിന്ന് ഇത്ര ഭംഗിയായിട്ട് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞു? മത്സരിച്ച് പെണ്ണിനെ അങ്ങ് മാനം തൊടിയിക്കുക. അവരവിടെ നിന്ന് സംസാരിക്കുന്നത് കേട്ടപ്പോ പെട്ടെന്ന് എനിക്ക് അങ്ങനെ തോന്നിയതാ. എന്തായാലും വലിയൊരു കാര്യമാണ് മോളെ നീ ചെയ്തത്. മാധവൻ കുറ്റക്കാരനായതിന്റെ വിഷമമായിരുന്നു എനിക്ക്. ജീവൻ പോയാലും മാധവൻ നമ്മളെ ചതിക്കില്ല. നീ ഇത് അമ്മുന് കൊടുക്കുമോളെ? ആഹാ, അമ്മുന് സമ്മാനം കിട്ടിയല്ലോ. ഇത് സമ്മാനൊന്നുമല്ല. രാവിലെ ഞാൻ സഞ്ജുവിനോട് പറഞ്ഞതാ. അമ്മുന്റെ ഒരു കമ്മൽ ഒടിഞ്ഞുപോയി. പുതിയതൊന്നും വേണ്ട, ഞാനിത് നന്നാക്കിയിട്ടോളാം. ദേ, മിണ്ടാതെ നിന്നോണം. അയ്യോ, ഇവിടെ വെച്ചതൊന്നും വേണ്ട. ഞാൻ നിന്നെ സാരി ചുറ്റിക്കൊന്നും അല്ല, കാതില് 2 കമ്മലിട്ട് തരുക. വാടി ഇങ്ങോട്ട്. ചെല്ലമ്മു. നാണമില്ലാത്ത കൂട്ടങ്ങൾ. ഇപ്പൊ എന്റെ അനിയത്തെ എങ്ങനെയുണ്ട്? സുന്ദരിക്കുട്ടി ആയില്ലേ? പൊന്നും കൂടെ തന്നെ നിന്നാ പൊട്ട്. അവൾ ഈ കളിയാക്കലൊന്നും ശീലിച്ചിട്ടില്ലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മ മടങ്ങി വന്നതോടെ ഈ വീട്ടിലെ ഐശ്വര്യം തിരിച്ചു വന്നെന്ന് പറയുന്നവർക്ക് അവളെ വാഴ്ത്തിപ്പാടാൻ ഇതിൽ കൂടുതൽ എന്തു വേണം? അമ്മു അവളുടെ വരവ് ഭംഗിയായിട്ട് ആഘോഷിച്ചു. ഇതൊക്കെ ചെയ്തിട്ട് അവൾ എന്ത് നേടാന്? കവിതേ, നീ ഇപ്പോഴും ഒരുപാട് ദൂരം പിന്നിലാ ഓടുന്നത്. അമ്മു ഇവിടെ അടുക്കളക്കാരിയായിട്ട് കഴിഞ്ഞുകൂടാനല്ല ഇനി പോകുന്നത്. വലിയച്ഛ എന്താ പറഞ്ഞു വരുന്നത്? അവള് ചന്ദ്രകാന്തത്തിൽ നിൽക്കുമ്പോ തന്നെ ശ്രീകുട്ടിയോടും പ്രഭയോടും ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് ഒരു ജോലിയെ. ഒരിക്കൽ അവൾ ഐസ്ക്രീം പാർലറിൽ സഞ്ജുവിനെ കാണാൻ പോയത് ശ്രീകുട്ടി അറിയാതെ അവക്കൊരു ജോലി വാങ്ങിക്കൊടുക്കണമെന്നുള്ള അപേക്ഷയായിട്ടാ. അമ്മുവേ വെറുതെ മൂന്നാറിലേക്ക് പോയതല്ലേ. അവിടെ ഒരു സ്ഥാപനത്തിൽ ജോലി കിട്ടുമെന്നുള്ള ഉറപ്പില്ല
അവള് പോയത്. സഞ്ജുവിന്റെ കൂടെ അവള് വരാൻ തയ്യാറായില്ല. സഞ്ജു അവൾക്കൊരു ജോലി ഓഫർ ചെയ്തിട്ടാ അവളെ കൂട്ടിക്കൊണ്ട് വന്നതെങ്കിലും. എവിടെ? എന്ത് ജോലി? സ്വന്തമായി ബിസിനസ് സ്ഥാപനമുള്ള ഒരു കുടുംബത്തിന് ഒരു ജോലി കൊടുക്കാനാണോ പ്രയാസം? കവിതേ, നീ കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഈ പ്രശ്നം സോൾവ് ചെയ്തേന് ഓഫീസിൽ തന്നെ സഞ്ജു അമ്മൂന് എന്തെങ്കിലും നല്ലൊരു ജോലി കൊടുക്കും. അവിടെ പിടിച്ചു കയറാൻ അവക്കത് മതി. മംഗലശ്ശേരിയിൽ താമസം, ഉദ്യോഗം ഓഫീസിലും. എവിടെ നിന്നോ ഒഴുകി വന്ന ഒരു പെണ്ണ് അടുക്കള കടന്ന് ബിസിനസ് ഗ്രൂപ്പിന്റെ മുൻനിരയിലെത്താൻ പോകുന്നു. അതാ കാഞ്ചന ഇപ്പൊ പ്രവചിക്കുന്നത്. ഇപ്പൊ തന്നെ ശ്രീകുട്ടിക്ക് മുകളിലാ അമ്മൂന് ഈ വീട്ടിലുള്ള സ്ഥാനം. വല്യേച്ചിയുടെ പ്രവചനം സത്യമാവുമെങ്കിൽ വല്യേച്ചി ഒരു കാര്യം മനസ്സിലാക്കി വെച്ചോ. അമ്മൂന് ഓഫീസിൽ എന്തെങ്കിലും ജോലി കൊടുത്താൽ പിന്നെ വല്യേച്ചി മോൾക്ക് വേണ്ടി വേറെ പയ്യന്മാരെ അന്വേഷിക്കേണ്ട അവസ്ഥയുണ്ടാവും. അവൾക്ക് മുന്നിൽ ഇനി മയങ്ങി വീഴാൻ ഈ വീട്ടിൽ സഞ്ജു മാത്രമേ ഉള്ളൂ. കവിതേ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും പാകപ്പിഴയുള്ളതായി വല്യേച്ചിക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്റെ മുഖത്തടിച്ചോ. അവൾ ഓഫീസിലെത്തിയാൽ സഞ്ജുവിന് എന്തിനും ഏതിനും അമ്മു വേണമെന്നാവും. അവൾ ശ്രീകുട്ടിയെ ചേച്ചിന്ന് വിളിച്ച് തന്നെ ചതിക്കും. പിന്നെ സഞ്ജുവിന്റെ കാര്യത്തിൽ വല്യേച്ചിക്ക് വലിയ വിശ്വാസമൊന്നും വേണ്ട. അവൻ മുകുന്ദേട്ടന്റെ മോനാണെന്ന് നമ്മൾ പലവട്ടം പറഞ്ഞതാ. എനിക്ക് നഷ്ടപ്പെടാൻ എന്താ ഉള്ളത്? ഒന്നുമില്ല. നഷ്ടങ്ങൾ സംഭവിക്കാൻ പോകുന്നത് വല്യേച്ചിക്ക. ആ പെണ്ണിനെ കാണുമ്പോഴൊക്കെ എന്റെ മനസ്സിൽ തികട്ടി വരുന്ന ചിത്രം 27 വർഷങ്ങൾക്ക് മുൻപ് മുകുന്ദേട്ടന്റെ നിഴലായി ഈ വീട്ടിലേക്ക് കടക്കാൻ കാത്തുനിന്ന ശ്രീദേവിയുടെ മുഖമാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പാർവതിയും വിശാലിനെയും നേരിട്ട് കണ്ടപ്പോ എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ ഞാൻ പറയാം. വിശാലിന്റെ ഭാര്യയായിട്ട് പാർവതിയെ ആന്റി അംഗീകരിക്കുന്നില്ലെങ്കിലും അവളെ സ്നേഹിക്കുന്ന കുറച്ചു പേര് ഇവിടെയുണ്ട്. അത് മോള് പറഞ്ഞത് സത്യോ? ഗോപിയേട്ടനും അമ്മയും രാധികയും ഒക്കെ ആ കൂട്ടത്തിലുള്ളവരാ. രാധിക വിശാലിന്റെ ചെറിയമ്മയാ. പാർവതിയെ വലിയ കാര്യോ എന്ന് വെച്ചാ അവരെയൊക്കെ തോൽപ്പിച്ചിട്ട് വേണം പാർവതിയെ കൊണ്ട് ഞാൻ ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്യിപ്പിക്കാൻ. മോൾക്കത് നിഷ്പ്രയാസം കഴിയും. മോളും ഇടുക്കിയല്ലേ. വിശാലിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് ആന്റിയുടെ ചൊൽപ്പടിയിലാ ഇപ്പോഴും ഒന്ന്. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ മോളെല്ലാരും കൃത്യമായി മനസ്സിലാക്കിയല്ലോ. സ്നേഹം കൊണ്ട് ഞാനവനെ പിടിച്ചു വെച്ചിരിക്കുക. ഞാൻ പറയുന്നതിനപ്പുറം അവനൊരു ഇഞ്ച് പോവില്ല. വിശാലിനോട് ആന്റിക്ക് വലിയ സ്നേഹമാണെന്നാണോ പറഞ്ഞു വരുന്നത്? സ്നേഹം മണ്ണാങ്കട്ട. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് മോളെ പഴയ കഥകൾ. മോളീ പറഞ്ഞ സ്നേഹമില്ലേ, ഇവിടം വരെ എത്താൻ അതായിരുന്നു എന്റെ ആയുധം. എന്റെ സ്നേഹം ഒരിക്കലും സത്യമായിരുന്നില്ല. പക്ഷേ സത്യമാണെന്ന് അവനെ വിശ്വസിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞു. അതായി എന്റെ വിജയവും. മനസ്സിലായി ആന്റി. കുഞ്ഞുനാളിലെ അമ്മ നഷ്ടപ്പെട്ട കുട്ടി സ്നേഹത്തിന് വേണ്ടി യാചിച്ചു. ആന്റി അവന്റെ മനസ്സറിഞ്ഞ് പെരുമാറി. ഇന്ന് ആന്റിയാണ് വിശാലിനെല്ലാം. അതാണ് സത്യവും. ഇതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. വിശാലിനെ പാട്ടിലാക്കാൻ സ്നേഹമെന്ന ആയുധം തന്നെ ഞാനും പ്രയോഗിക്കണം. ഞാൻ കാണിക്കുന്ന കൃത്രിമ സ്നേഹത്തിന് മുന്നിൽ വിശാല് മൂക്കും കുത്തി വീഴുന്നത് ആന്റി കണ്ടോ? എന്ന് വെച്ചാൽ നമ്മൾ ജയിക്കുമെന്ന്. എന്താ സംശയം? നമ്മൾ ജയിച്ചിരിക്കും. എടി വിവരം കെട്ടവളെ,
വിശാൽ ബ്രോ ഇവിടുന്ന് മാറി താമസിച്ചാലും നീ ബ്രോയുടെ ഭാര്യ തന്നെയാ. വിശാൽ ബ്രോ വേറെ വീട്ടില് താമസമാക്കിയെന്ന് വെച്ചേ നിങ്ങളുടെ ബന്ധം ഇല്ലാണ്ടാവൊന്നുമില്ല. പക്ഷെ അവൾ ഇവിടെ താമസിച്ചാലേ ബ്രോയുടെ ജീവിതത്തിൽ നിന്ന് നിനക്ക് ഇറങ്ങിപ്പോയേണ്ടി വരും. അമ്മ ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോ അതിന്റെ അങ്ങേയറ്റം വരെ ചിന്തിക്കും. അതറിയോ നിനക്ക്? നിനക്കുള്ള പാര നീയായിട്ട് തന്നെ ഈ വീട്ടിൽ പ്രതിഷ്ഠിച്ചു. വിശാൽ സാർ ഇവിടുന്ന് പോയാ അച്ഛനും അച്ഛമ്മയ്ക്കും ചെറിയമ്മയ്ക്കും ഒക്കെ അത് വലിയ വിഷമാവില്ലേ? വരുന്നത് ഞാൻ അനുഭവിച്ചോളാം. അല്ലാതെ ഞാൻ എന്താ പറയാ ഗാർഗി? ഇനിയെങ്കിലും എല്ലാവരെയും കുറിച്ച് ചിന്തിക്കുന്നത് നീ ഒന്ന് നിർത്തന്റെ പാർവതി. നീ നിന്നെ കുറിച്ച് ആദ്യം ചിന്തിക്കേണ്ടത്. നിനക്കൊരു നഷ്ടം ഉണ്ടായാലേ അവരൊക്കെ സഹതപിക്കുമായിരിക്കും. പക്ഷെ അതിന് പരിഹാരം കാണാൻ അവർക്കാർക്കും കഴിയില്ല. നീ അതും കൂടി ഒന്ന് ആലോചിക്കണം. അതെ, ഒരു പെൺകുട്ടി വന്നിട്ടുണ്ട്. കുറച്ചു ദിവസം ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് പറയുന്നു. ആ കുട്ടിക്ക് വേണ്ടി ഒരു റൂം ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഹാ, പോയി ചെയ്തു കൊടുക്ക്. മുറി വൃത്തിയാക്കി സപ്രമഞ്ചത്തെ കിടത്തി വെഞ്ചാമരം വീശി കൊടുക്ക്. അല്ലെങ്കിലും നിന്റെ ഗതി ഇത് തന്നെയാ. അടുക്കളക്കാരിയായ നിന്നെ അവളുടെ പേഴ്സണൽ ജോലിക്കാരിയാക്കി അമ്മ മാറ്റും. നീയായിട്ട് വരുത്തി വെച്ചതല്ലേ, അനുഭവിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിനക്ക് സന്തോഷമാവുന്ന ഒരു കാര്യം ഞാൻ പറയാം. എനിക്ക് സന്തോഷമുള്ള കാര്യോ? ആ പറയട്ടെ. നിന്നെ കാണാൻ ഒരു പെൺകുട്ടി വന്നിട്ടുണ്ട്. നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടി. സുന്ദരി പെൺകുട്ടിയാ? എവിടെ? അകത്തിരിക്കുന്നുണ്ട്. എന്നെ കാണാൻ തന്നെ വന്നത്? ഞാൻ കള്ളം പറയാം ഓമനെ നിന്നോട്. സുന്ദരി നീയും മണ്ടൻ ഓമന. ഇവിടെ എവിടെയും കാണുന്നില്ലല്ലോ. ആ തത്ത പറഞ്ഞ വിശ്വസിച്ച് എന്നെ പറഞ്ഞാ മതി. എന്നെ അന്വേഷിച്ചിട്ട് ഏത് പെണ്ണിങ്ങോട്ട് വരാനാ? ആന്റിയുടെ ബർത്ത്ഡേക്ക് വന്നൊരു പെൺകുട്ടി എന്നെ വല്ലാത്തൊരു നോട്ട് നോക്കി. ഇനി എന്നെ കാണാൻ കൊതിയായിട്ട് അവളെ കാണാൻ വന്നതായിരിക്കോ? എന്തായാലും മേലോട്ട് പോയി നോക്കാം. നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? ആരെയും നോക്കുന്നേ? അല്ല, ഈ മുറി നീ അങ്ങനെ വരാറില്ലല്ലോ. എന്താ പറ്റി? അമ്മ ഓർമ്മ വന്നോ? ഇനി കുറച്ച് ദിവസത്തേക്ക് ഇതാ എന്റെ റൂം. നിന്റെ റൂമിന് എന്ത് പറ്റി? അവിടെ ഒരു പെൺകുട്ടി കയറി കൂടി. അല്ല, എന്താ അവളുടെ പേര്? ജാസ്മിൻ. ജാസ്മിൻ അളിയാ. അപ്പ മണിക്കുട്ടൻ കള്ളം പറഞ്ഞതല്ല. എന്താ? എന്നെ കാണാൻ വന്ന കുട്ടിയുടെ പേര് ജാസ്മിൻ. ജാസ്മിൻ മുല്ല. മുല്ലപ്പൂവിന്റെ സൗരഭ്യമുള്ള പെൺകുട്ടി. അളിയ, എന്താ വരുന്നു? എടാ, നീ ഇതെങ്ങോട്ടാ? എന്നെ കാണാതെ വിഷമിക്കുന്നുണ്ടാവും. ആര്? എടാ, അവള് തന്നെ. ഏതവള്? ജാസ്മിൻ. അല്ല, അവളെ നിനക്ക് പരിചയമുണ്ടോ? ആന്റിയുടെ ബർത്ത്ഡേ എന്നാണ് ഞാൻ അവൾ ആദ്യമായി കാണുന്നതും പരിചയപ്പെടുന്നതും. അളിയ, ഈ ലവ് അറ്റ് ഫസ്റ്റ് നൈറ്റ്, അളിയ ഫസ്റ്റ് സൈറ്റ് എന്ന് പറയാറില്ലേ? അവൾക്കാ ആദ്യം എന്നോട് പ്രേമം തോന്നിയത്. അല്ല, അതേത് ജാസ്മിൻ? എടാ, ആ ജാസ്മിനല്ലേ ഇവിടെ വന്ന ജാസ്മിൻ. അല്ല, ഈ ജാസ്മിനല്ലേ? അത് അമ്മയുടെ ഒരു ഫ്രണ്ടിന്റെ മോളാ. ഇവിടെ വരാറുള്ളൊരു വക്കീലില്ലേ, അദ്ദേഹത്തിന്റെ. പിന്നെ അവളിവിടെ ആദ്യമായിട്ടാ വരുന്നത് തന്നെ. ആ തല തെറിച്ച തത്ത എന്നെ പറ്റിച്ചളിയാ. നന്നായി,
നീ നിന്റെ റൂം അവൾക്ക് കൊടുത്തിട്ട് അമ്മയുടെ റൂം എടുത്തല്ലേ? നന്നായി. അമ്മയെ കണ്ടോണ്ട് ദിവസവും ഉണരി ഉറങ്ങുകയും ചെയ്യാലോ. ഞാൻ ചെന്ന് ആ തത്തത്തിരണ്ടിക്ക് 2 കൊടുത്തിട്ട് വരാം. എടാ തത്തേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ എല്ലാരും ഇങ്ങനെ നിൽക്കുന്നേ? ഇത് ആനന്ദ നിലയത്തിൽ നിന്നും ശ്യാമയെ പറഞ്ഞു വിട്ടതിന്റെ ആനന്ദ പാർട്ടിയാ. ഐശ്വര്യയും അരുന്ധതിയും ഈ സന്തോഷത്തിൽ പങ്കുചേരും. ഒരു അല്പം ലിക്വർ. സന്തോഷത്തിനാ തരുന്നെങ്കിൽ എനിക്ക് ലിക്കറൊന്നും വേണ്ട. വൈൻ വേണമെങ്കിൽ ഞാൻ കുറച്ച് കുടിക്കാം. Cheers. ജഗന്നാഥൻ അങ്കിളിന് എന്റെ അഭിനന്ദനങ്ങൾ. അവളെ ആനന്ദ നിലയത്തിൽ നിന്നും എന്നേക്കുമായി പുറത്താക്കിയതിന്. താങ്ക് യു ഐശ്വര്യ. അവളെ അവിടെ നിന്നും പുറത്താക്കിയതിന്റെ ക്രെഡിറ്റ് എനിക്ക് മാത്രം ഉള്ളതല്ല, എല്ലാവർക്കും ഉള്ളതാ. എനിക്കിന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാ. ഈ സന്തോഷം പങ്കുവെക്കാനാ ഞാൻ ഇവിടേക്ക് വന്നത്. സമയം ഒരുപാട് വൈകി. വീട്ടിൽ അരുൺ തിരക്കും, അതുകൊണ്ട് ഞാൻ പോവാ. മയന്റി, എന്നാ ഞാൻ പോവാണേ. ശരി. അരുന്ധതി. ഓക്കെ ശരിയാ. നിന്റെ ഭർത്താവ് ഒന്ന് തിരക്കി, ഇനി അതൊരു സീനാവണ്ട. നീ ചെല്ല്. ശരി. കേട്ടോ അരുന്ധതി, ഈ ഐശ്വര്യ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കറിവേപ്പിലയാ. കറിവേപ്പില ഇടുക, കറിക്ക് രുചി വരുമ്പോ വേപ്പില എടുത്ത് ദൂരെ എറിയ. ഈ ഐശ്വര്യ അവളുണ്ടല്ലോ, സയനൈഡാ സയനൈഡ്. ആ സയനൈഡ് നമുക്ക് വേണം. നമ്മുടെ ശത്രുക്കളെ നമുക്ക് വകവരുത്താം. അതെ. ഇനി അങ്ങോട്ട് എല്ലാ കാര്യത്തിനും നമ്മൾ 3 പേരും ഒറ്റക്കെട്ടാ. അതിനെന്താ സംശയം? ആ പോയ പൊട്ടാസ്യം സയനൈഡിന്റെ സഹായത്തോടെ വിസ്മയ അഖിലിന്റെ ഭാര്യയായി ആനന്ദ നിലയത്തിലേക്ക് പ്രവേശിക്കുന്നു. അതെ. പിന്നെ എന്താണ് വേണ്ടത്? ജഗന്നാഥ് സാർ പറയും. ആനന്ദ നിലയം ഭാവിയിൽ ഈ GS അരുന്ധതിയുടെ കൈകളിലേക്ക് വരണം. അതിനെന്താണ് വേണ്ടത്? വർമ്മയുടെ കുടുംബം തകരണം. വർമ്മയും വസുന്ധരയും നാടുവിട്ടു പോവുകയോ അപകടത്തിൽ മരണപ്പെടുകയോ വേണം. അഖിലും വിസ്മയയും ഒഴികെ ബാക്കി എല്ലാവരും ആനന്ദ നിലയത്തിൽ നിന്നും പുറത്താവണം. അതിന് നമ്മളെ സഹായിക്കാൻ വിസ്മയയെ സജ്ജമാക്കണം. ജഗന്നാഥ സാർ മായയും പേടിക്കണ്ട. എന്റെ മകള് ഞാൻ പറയുന്നതേ അനുസരിക്കൂ. അവളെല്ലാവരെയും തകർത്ത് ആനന്ദ നിലയത്തിൽ ഒരു രാജകുമാരിയായിട്ട് ജീവിക്കും. യാതൊരു സംശയവും വേണ്ട. ആദ്യം തകർക്കേണ്ടത് ആ വസുന്ധരയാണ്. വസുന്ധരയെ എങ്ങനെ കൊല്ലണമെന്ന് നിങ്ങൾ പറഞ്ഞാ മതി, അവളത് ചെയ്തിരിക്കും. എങ്കിൽ നമുക്ക് അടുത്ത റൗണ്ടിലോട്ട് കിടക്കാം. ഓക്കെ. ഒഴിക്കുമേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ ഇളയ മകൻ. ഇളയ മകൻ ഞാനല്ലേ? ആ, എന്റെ കുഞ്ഞു മകൻ. അങ്ങനെ പറയേ. ഞാൻ മൂത്ത മകൻ, ദൈവൻ ഇളയ മകൻ, അഖി പൊന്നോമന പുത്രൻ കുഞ്ഞുമകൻ. ആ കുഞ്ഞു മകൻ കല്യാണത്തിന് തയ്യാറാണെന്ന് സമ്മതിച്ചു. ആഹാ, വെരി ഗുഡ്. അല്ലമ്മേ, ആരാ കുട്ടി? അതിനിപ്പോ അങ്ങനെ അന്വേഷിച്ചു പോണ്ട കാര്യമൊന്നുമില്ലല്ലോ. വിസ്മയ തന്നെ.
വിസ്മയോ? ആ ഗാനഭൂഷണത്തിന്റെ മകള് കേരളഭൂഷണോ? അല്ല അമ്മേ, വിസ്മയെ കല്യാണം കഴിക്കാന്ന് അക്കി സമ്മതിച്ചോ അമ്മേ? സമ്മതിച്ചു. അവള് വന്ന ഈ തറവാടൊന്ന് കൊഴുക്കും. എനിക്കൊരു പേടിയുണ്ടായിരുന്നു അവ സമ്മതിക്കുമോന്ന്. പക്ഷേ വിചാരിച്ച പോലൊന്നും അല്ല. അവന് ഒരു എതിരും പറഞ്ഞില്ല. അത് വളരെ നല്ല കാര്യം തന്നെയാ. അല്ല മാം, ഈ സെക്കൻഡ് മാരേജ് എന്നുള്ളതിൽ അരുന്ധതിക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഏയ്, അവർക്ക് 100 വട്ടം സമ്മതം. പിന്നെ ഇവിടെ ഇപ്പൊ 8ഉം 10ഉം കെട്ടിയവര് നടക്കുന്നു. പിന്നെയല്ലേ 2ാം കെട്ട്. അത് മാത്രമല്ല, വിസ്മയെ സംബന്ധിച്ചിടത്തോളം മോഹിച്ചിട്ട് നടക്കാതെ പോയൊരു കാര്യമല്ലേ നടക്കാൻ പോകുന്നേ. ഓ, അങ്ങനൊരു കാര്യമുണ്ടല്ലേ? എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം. അതെ, ഇനി അവന്റെ മനസ്സ് മാറാൻ ഇട കൊടുക്കരുത്. ഏയ്, ഇനി അവന്റെ മനസ്സൊന്നും മാറില്ല. ഈ കല്യാണം ഒന്ന് വേഗം നടന്നാൽ മതിയായിരുന്നു. അവന്റെ ജീവിതം ഒന്ന് സ്വസ്ഥമാവല്ലോ. അതെ, കുറച്ച് നാളുകളായി അവന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ എന്റെ മനസ്സ് നോവുമായിരുന്നു. അവൻ നിഷ്കളങ്കനല്ല ഏട്ടാ. ജീവനെ പോലെ സ്നേഹിച്ചവർ ചതിക്കുമ്പോൾ അവന് അതൊന്നും താങ്ങാനുള്ള കരുത്തില്ല. ഇനി നല്ലൊരു മുഹൂർത്തം നോക്കണം. അതാ ആദ്യം ചെയ്യേണ്ടത്. അല്ലമ്മേ, അച്ഛനെ അറിയിക്കണ്ടേ? അച്ഛന്റെ പെർമിഷൻ കിട്ടിയിട്ട് വേണ്ടേ ഈ കല്യാണ ആലോചനയായിട്ട് മുന്നോട്ട് പോവേണ്ടത്? ആനന്ദേട്ടനോട് ഫോണിൽ ഇക്കാര്യം ഞാൻ സംസാരിച്ചു. ആനന്ദേട്ടനെതിരൊന്നുമില്ല. അല്ല, അരുന്ധതിയുടെ മകൾ വിസ്മയുമായിട്ടാണ് അഖിയുടെ വിവാഹം നടത്തുന്നതെന്ന് അമ്മ അച്ഛനോട് പറഞ്ഞോ? പറഞ്ഞു. എന്താ, അമൃതയ്ക്ക് വിശ്വാസമായില്ലേ? അല്ല, അതുകൊണ്ടല്ലമ്മേ. ഈ അരുന്ധതിയും വിസ്മയും അച്ഛനത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചു പോയതാ. അരുന്ധതി എന്ന് കേട്ടാലേ ആനന്ദിന് പിശാശു കുരിശ് കണ്ട പോലെയാ. ഇഷ്ടപ്പെടാതിരിക്കാൻ അരുന്ധതിയും വിസ്മയൊന്നും ആനന്ദ നിലയത്തിന് ഉപദ്രവമൊന്നും ചെയ്തിട്ടില്ലല്ലോ. അത് ശരിയാ. ഇനി കൂടുതലൊന്നും ആലോചിക്കാനില്ല. അത് നല്ലൊരു ബന്ധമാ. എത്രയും പെട്ടെന്ന് എന്നെ കല്യാണം നടത്തണം, അത്രേ ഉള്ളൂ, അല്ലേ? അല്ല, കല്യാണം നടത്തണമെങ്കിൽ വിവാഹമോചനത്തിന് ശ്യാമ കൂടി സമ്മതിക്കണ്ടേ? ആ, അതും ശരിയാ. അവള് സമ്മതിക്കും. ഇല്ലെങ്കിൽ നമ്മൾ സമ്മതിപ്പിക്കുമല്ലോ. നമുക്ക് വിവാഹകാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം. കല്യാണ ദിവസം അടുക്കുമ്പോഴേക്കും ആനന്ദേട്ടനിങ്ങി വരുമല്ലോ. നിങ്ങളെന്നാ ചെല്ല്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ കേട്ടതൊക്കെ സത്യമാണോ? ഈ വീട്ടിൽ ഇന്നലെ ആ സാഗർ ഉണ്ടായിരുന്നോ? അച്ഛാ, ഞാനെല്ലാം പറയാം. ചോദിച്ചതിന് മാത്രം ഉത്തരം പറയാൻ മതി. അവൻ ഈ വീട്ടിലുണ്ടായിരുന്നോ? പിള്ള സാറേ, ചൂടാകേണ്ട നമ്മുടെ കുട്ടിയോടല്ല. മോളെ, നീ പറ, സാഗർ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നോ? പറ മോളെ. ഉണ്ടായിരുന്നു. എന്റെ ഈശ്വര. എടീ, ഇവിടെ വാടി. നിന്നെ ഇന്ന് ഞാൻ കൊല്ലും. സ്നേഹിച്ചു കൂടുതൽ നമ്മുടെ മോളോടല്ല, സുധാമണിയോട് അവളെ വീട്ടുകാരോടും ചോദിക്കേ. നമ്മുടെ കുഞ്ഞൊരു പാവം. ഇന്ന് ഞാൻ അവരെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. ഇത് പുറത്താരും അറിയാണ്ട് സംസാരിച്ചു തീർക്കേണ്ട കാര്യം. അവരെ ഇങ്ങോട്ട് വിളിക്കാം. ഓടിക്കാൻ എനിക്ക് മനസ്സില്ല. ഈ നാട്ടുകാരെ മുഴുവൻ ഞാൻ അറിയിക്കും. അവരുടെ കുടുംബത്തിന്റെ മഹത്വം വിടാനാ പറഞ്ഞത്. ഇവിടെ വാടി. ഇവിടെ ഇങ്ങോട്ട് നടക്കും. പിന്നെ അങ്ങനെ വിടാൻ പറ്റും. വളരാത്തവളെ, നീ എന്റെ രക്തത്തിൽ തന്നെ പറഞ്ഞു നോക്കി. ഇങ്ങോട്ട് വാ. നീ പിന്നെ അങ്ങനെ വിടത്തില്ല ഞാൻ. ചേട്ടാ, ഒന്ന് പറയുന്ന കേക്കച്ചാ. ഇറങ്ങി വേണം. ഇറങ്ങി വേണം. എന്താ എന്തിനാ രണ്ടും കൂടെ എഴുന്നള്ളി? ആ സാഗരനെ ഇവിടെ പറഞ്ഞു കൊടുക്കും.
ഇങ്ങോട്ട് ഇറങ്ങി വാ. നിന്നെ നോക്കാം. മോളെ നീ ഇതിനകത്ത് ഇടപെടരുത്. അങ്ങോട്ട് പറയ്ക്ക്. ഒന്ന് മാറി നിക്കവിടെ. അവരായി അവരുടെ പാടായി. അവര് തമ്മിലങ്ങ് അടിച്ചു തീർക്കട്ടെ. എന്താ കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഉന്നാരെ അനിയനില്ലേ, ഇന്നലെ അവന് എന്റെ വീട്ടിലായിരുന്നു. അവനെ കാണുന്നില്ലെന്നും പറഞ്ഞ് നാടടക്കി അട്ടഹാസം നടത്തുമ്പോ അവൻ എന്റെ വീട്ടിൽ കയറി ഒളിച്ചു കിടക്കുകയായിരുന്നു. സുധാമണി, ഞാൻ പോലീസിനെ വിളിക്കാൻ പോവാ. പറഞ്ഞ സത്യാണോടാ? സാറേ എന്താന്ന് വെച്ചാ തുറന്നു പറ. ഓ, അതിനി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. സംഗതി സത്യമാ. ആ കൊച്ചെ എന്റെ മോളോട് പറയുന്നത് ഞാൻ കേട്ടതാ. സത്യാണോ മോളെ? ഈ കാര്യത്തിൽ സാഗർ ഒന്നും ചെയ്തിട്ടില്ല. 100% ഞാൻ ഉറപ്പു തരാം. തെറ്റായ ഉദ്ദേശത്തോടെ അല്ല സാഗർ അവിടെ പോയത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ എന്തിനാ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ? പിന്നെ നോക്കാതെ എന്തൊക്കെ തോന്നിയവാസാ കുമാരിയോട് ചോദിക്കാൻ പറയുകയും ചെയ്ത ഉമ്മ. മോളെ, മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ചെകഞ്ഞെടുക്കണ്ടേ? അതല്ലേ ഉമ്മ ചെയ്തത്. എന്റെ ഇത്ത കൃഷി ഓഫീസിൽ നിന്ന് അപ്പുണ്ണിയോട് കൈക്കൂലി ചോദിച്ചു. മൂപ്പൻ അതിന്റെ ദേഷ്യത്തിലാണ്. അത് വല്ല ഈ ഉമ്മയോട് പറഞ്ഞ തലേ കയറണ്ടേ? എന്റെ തലയിലാണോ കേറണ്ടേ? ഞാനാണോ അത് മനസ്സിലാക്കണ്ടേ? അത് കുമാരിയല്ലേ മനസ്സിലാക്കണ്ടേ? എന്റെ ഉമ്മ, ഈ അവസ്ഥയിൽ കുമാരിയേച്ചിക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാവൂല. ഏതവസ്ഥയില്? കുമാരിക്ക് ഇപ്പൊ എന്താ അവസ്ഥയ്ക്ക് കുഴപ്പം? അതെ, പ്രസവം കഴിഞ്ഞിട്ട് കുമാരിയേച്ചിക്ക് അധികം സമയമൊന്നും ആയിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ അവരുടെ മനസ്സിന്റെ താളം മുഴുവൻ തെറ്റിക്കിടക്കുമായിരിക്കും ചിലപ്പോ. കുമാരിക്ക് ഭ്രാന്താന്നോ? ഭ്രാന്താന്നല്ല ഞാൻ പറഞ്ഞേ. ഇതൊന്നും മിണ്ടാതിരിക്കി. ലൈസൻസിലായിട്ട് പെരുമാറില്ല. പിന്നെ താളം തെറ്റിന്ന് പറഞ്ഞ ഭ്രാന്തല്ലേ? എന്റെ ഉമ്മ പ്രാന്തല്ല. അതായത് ഈ പ്രസവം കഴിഞ്ഞ സ്ത്രീകൾക്ക് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയില് നമ്മൾ പറയുന്ന കാര്യങ്ങളെ അതേ അർത്ഥത്തിൽ അവർക്ക് മനസ്സിലാവണമെന്നൊന്നുമില്ല. അതിന് അവരെ തെറ്റു പറയാനും പറ്റില്ല. ആ അവസ്ഥ അങ്ങനെയാ. എന്തവസ്ഥയെന്നാ പറഞ്ഞേ? പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ. പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ, ഇത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. എടി കള്ളി, ഈ അസുഖാന്ന് പറഞ്ഞല്ലേ നീ ഈ പാവങ്ങളെയൊക്കെ പറ്റിച്ചത്? പണ്ട് നിനക്ക് ഈ അസുഖം നീ പറഞ്ഞിട്ടില്ലേടി? അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ. പിന്നെ അന്ന് എനിക്ക് അത് അഭിനയിച്ചതായിരിക്കും. പക്ഷെ ഇന്ന് ചിലപ്പോ കുമാരേച്ചിക്ക് അത് ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഭ്രാന്തിന്റെ ഡോക്ടറിനെ കൊണ്ട് കാണിച്ചാ പോരെ? ഉമ്മ, ഇനി പ്രാന്ത് എന്ന് പറഞ്ഞോണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. അല്ല, ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഉമ്മ ഒന്നും ചെയ്യണ്ട, അടങ്ങിയിരുന്നാ മതി. ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിലേ അത് അപ്പുണ്ണെണ്ണെ കൊണ്ടേ പറ്റുള്ളൂ. അല്ല, അപ്പുണ്ണ ഡോക്ടറാണോ? എന്റെ പൊന്നു, എന്റെ ഇത്ത ഓരോ അസുഖത്തിന് ഓരോ ഡോക്ടർമാരാ. ഇപ്പൊ ഇത്തന്റെ അസുഖത്തിന് അതിനാരാ ഡോക്ടർ? അതിന് ഡോക്ടർമാരേ ഇല്ല. മോള് പറ. അതായത് മാമ, കുറച്ചു നാളായിട്ട് അവര് തമ്മിൽ അകന്ന് താമസിക്കല്ലായിരുന്നോ? കുമാരേച്ചി പ്രസവത്തിനൊക്കെ ആയിട്ട് വീട്ടിൽ പോയല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു അകൽച്ച അവരുടെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ അതിന് പുറമെ അപ്പുണ്ണ ഇങ്ങനെ ദേഷ്യപ്പെടുകയും ഇഷ്ടമല്ല എന്ന് പറയുകയും സ്നേഹക്കുറവ് കാണിക്കുകയൊക്കെ ചെയ്യുമ്പോ ചേച്ചിക്ക് അത് താങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതിനിപ്പോ അപ്പുണ്ണ കൊണ്ടേ ശരിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. മോളെ, എന്നോടും കൂടെ പറ, അല്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു. അതായത് ഉമ്മ, അപ്പുണ്ണിയേട്ടൻ കുമാരിയേച്ചിയോടെ കൂടുതൽ സ്നേഹിക്കുകയും കെയർ ചെയ്യുകയും ചേച്ചിയുടെ കൂടെ ഇരുന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോ ചേച്ചിയുടെ മനസ്സിലുള്ള ദേഷ്യമൊക്കെ മാറി പഴയ പോലെ ആവും. അത്രേ ഉള്ള കാര്യം. എന്നാ പിന്നെ അപ്പുണ്ണിയോട് പോയി പറഞ്ഞിട്ട് വരാം കുമാരി ഒന്ന് സ്നേഹിക്കാൻ. ഇരിക്കവിടെ, ഒന്നെങ്കിൽ പോരുത് ഇവിടുന്ന്. അല്ല ഉമ്മ എന്താ വീട്ടിൽ പോവാത്തെ? അതിന് വാപ്പൊന്നുമില്ലല്ലോ. എന്റെ സർപ്രൈസ് ഒന്നും പൊളിഞ്ഞില്ലല്ലോ. അപ്പൊ മുമ്പ് ഫോൺ വിളിച്ചതാരാ? ഫോൺ വിളിച്ച വാപ്പയൊന്നും അല്ലായിരുന്നേ. പിന്നെ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ജാനകിയായിരുന്നേ.
ഞാൻ ഇങ്ങോട്ട് പോന്നപ്പോഴുണ്ടല്ലോ മീൻ കഴിയ വെള്ളം ജാനകിയുടെ മുറ്റത്തോട്ട് കുടിച്ചിട്ടാ പോകുന്നത്. അതിന് ജാനകി ആ മതിലിന്റെ പുറത്ത് നിന്ന് കുറേ ചീത്ത വിളിച്ച് കഴിഞ്ഞ് നോക്കിയപ്പോ പെര പൂട്ടിയിട്ടേക്കുന്ന അതിനെ വിളിച്ചത് തന്നെ. അങ്ങനെ ജാനകിയും കൊടുത്തു ഞാനൊരു സർപ്രൈസ്. എന്റെ പടച്ചോനെ, ഇതുപോലൊരു ഉമ്മ എനിക്ക് എവിടുന്ന് കിട്ടിയതാ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത്തക്ക് ശരിക്കും വട്ടാണോ? ഞാനൊരു കുഞ്ഞു സർപ്രൈസ് കൊടുത്തതിന് ഇവരൊക്കെ എനിക്ക് വട്ടാണോന്ന് ചോദിക്കുന്നു. ലോകത്താരും സർപ്രൈസ് കൊടുക്കത്തില്ലേ? എന്തേലും ആട്ടെ, ഞാനെന്തോ വേണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.